എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാനെന്താ സുഖമായിരിക്കണം. കുറേ ആയിട്ടോ എനിക്കൊരു വീഡിയോ ഇടാനായിട്ട് ഇപ്പോൾ പറ്റാറില്ല. അപ്പോൾ അതാ ഇന്ന് ഞാനൊരു ഈവനിങ് റൊട്ടീനിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വൈകുന്നേരത്തെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ വൈകുന്നേരം ഞാൻ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചെറിയൊരു വീഡിയോ ആണേ അതിലിങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന എൻ്റെ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടേ. അതാണ് ഈ ഗ്രോ ബാഗിലൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഏട്ടനാണ് ഈ ചെടികളെല്ലാം വെക്കുന്നതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുമ്പോൾ ഏട്ടൻ പറയും, നീ വെച്ചോ, എനിക്ക് ഇതാണ് ഇഷ്ടം, നിനക്കിഷ്ടം പച്ചക്കറി വെക്കാൻ ഇഷ്ടമാണെങ്കിൽ നീ വെച്ചോ, ഞാൻ സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്തു തരാം, പക്ഷേ ഞാനെല്ലാം ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു ദിവസം കുറച്ച് പച്ചക്കറി തൈയൊക്കെ വാങ്ങി അങ്ങനെ ഗ്രോ ബാഗിലൊക്കെ ആക്കി വെച്ചതാണ്. ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിനൊക്കെ കുറച്ച് ദിവസം അങ്ങനെ നിൽക്കട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഒരു മാവുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് സന്ധ്യ ആകുമ്പോഴത്തേക്കും രാവിലേക്ക് തൊട്ട് വീണ ഇലകളൊക്കെ അങ്ങനെ കിടക്കും. അപ്പം ഞാനത് സന്ധ്യ ആകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും തൂക്കാനൊന്നും ഉണ്ടാവില്ല, ചില ദിവസങ്ങളിലൊക്കെ അധികമായിട്ട് വീഴുന്ന ദിവസമൊക്കെ ഒന്ന് തൂത്തിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ പെരതൂക്കലും മുറ്റടിക്കലല്ല പെരതൂക്കലും പെര തുടക്കലും ഒക്കെ. ആ സമയത്ത് കണ്ണനും ഫ്രണ്ട്സും ഒക്കെ കളിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവരുമായിട്ട് നിന്ന് കളിക്കുകയും അവരുടെ കൂടെ കുറച്ച് നേരം നിൽക്കും. കണ്ണൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കാൻ നിൽക്കും. ചിലപ്പോൾ അമ്മ നിൽക്കും കളിക്കാനായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും TV കണ്ടു ഫോൺ കണ്ടു ഇരിക്കണ്ടെന്ന് വെച്ചിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കളിക്കാനായിട്ട് ഇറക്കും. ആ സമയത്ത് ഒന്നെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കളിക്കും, ഇല്ലെങ്കിൽ ഞാനോ അമ്മയോ ആരെങ്കിലും അവൻ്റെ കൂടെ കളിക്കും. അപ്പോൾ ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം നിന്ന് കളിക്കാനായിട്ട് നിന്നതാട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ കുറേ ആയില്ല ഇങ്ങനെയൊക്കെ, പണ്ട് കുഞ്ഞിലേക്ക് കളിച്ചിട്ടുണ്ടെന്നല്ലാണ്ട്. അപ്പം ഞാനിങ്ങനെ വെറുതെ അവർ വിളിച്ചപ്പോഴത്തേക്കും ഒരു രസത്തിന് പോയി നിന്നതാണ് കളിക്കാനായിട്ട്. കണ്ണൊക്കെ മൂടി കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ അവർ കളിയൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ആ സമയത്ത് ഞാൻ കുറച്ച് നനക്കാനുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വെയിലൊക്കെ മാറിയല്ലോ, അപ്പോൾ ചെടിയൊക്കെ നനക്കാണേ. പക്ഷെ ആ സമയത്ത് കണ്ണനും കൺമണിയും കൂടി ഞാൻ എപ്പോൾ വെള്ളം എടുത്താലും അപ്പം രണ്ടുപേർക്കും കുളിക്കണം. അങ്ങനെ കുളിക്കാനായിട്ട് വന്ന് ഇവിടെ കുറേ എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കൺമണി സമ്മതിക്കില്ല. അവൾ ഭയങ്കര ബഹളം കൂട്ടിയിട്ട് പിന്നെ ഞാൻ ഇച്ചിരിയൊക്കെ നനച്ചു കൊടുത്തു. ഇതൊരു രസമല്ലേ, അവർക്ക് അവരുടെ ആഗ്രഹമല്ലേ ഇങ്ങനെ ചെയ്യണത്. അപ്പം ഞാൻ അവർക്ക് വന്നാൽ കുറച്ച് നേരം കളിക്കട്ടെ, അങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ ഞാനിങ്ങനെ ആക്കി കൊടുത്തിട്ടാണ്. കുറച്ച് വെള്ളമൊക്കെ നനക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അവൾ പിന്നെ സമ്മതിക്കില്ല, അവൾക്ക് ഫുള്ള് വെള്ളത്തിലിങ്ങനെ നനച്ചു കൊടുക്കണം. ആകെ ഇട്ടതിനെ കഷ്ടപ്പെടുത്തി കളഞ്ഞു. പിന്നെ ഞാൻ വേഗം തന്നെ പോയി കറണ്ട് പോയി വെള്ളം നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് മോട്ടറൊക്കെ ഓഫാക്കി കളഞ്ഞിട്ട് പിന്നെ അതങ്ങനെ നിർത്തി ആ കളി. പിന്നെ ഈ ഫ്രണ്ടിൽ കളിയൊക്കെ മതിയാക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം മുകളിൽ കയറും ഇവരെല്ലാവരും കൂടിയിട്ട് കളിക്കാനായിട്ട്. മുകളിലാകുമ്പോഴത്തേക്കും കുറേ ടോയ്സും അവരുടെ സൈക്കിൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കളിക്കാനായിട്ട് ഇവർ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ എന്നാൽ കുറച്ച് തുണിയൊക്കെ എടുക്കാനും കുറച്ച് വിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ ആയിട്ട് ഞാനും മുകളിലേക്ക് കുറച്ച് നേരം പോയിരിക്കുന്നു. ഇവർ മാത്രമാകുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ തല്ലുപിടുത്തമൊക്കെ തുടങ്ങും. അപ്പോൾ ആ കുറച്ച് നേരം ഞാനും അവിടെ പോയി ഇരിക്കാമെന്നും പറഞ്ഞിട്ട് തുണിയൊക്കെ ആയിട്ട് ഞാൻ മുകളിലേക്ക് പോയതാണ്. അപ്പോൾ എൻ്റെ ഈ ജോലികൾ നടക്കുമല്ലോ, തുണി വിരിക്കൽ നടക്കും, തുണി എടുക്കൽ നടക്കും, ഇവരെ നോക്കാം. അങ്ങനെ ഞാൻ മുകളിൽ തുണിയൊക്കെ ആയിട്ട് ചെന്നിട്ട് പിന്നെ വിരിച്ചൊക്കെ ഇടാനേ. ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ എന്ത് ജോലി ചെയ്യാൻ പോയാലും അപ്പം അത് കൺമണിക്ക് കൂടെ ചെയ്യണം. അത് ചിലപ്പോൾ ഞാൻ അവർക്ക് നല്ല കാര്യമാണെന്ന്, ചിലപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഇപ്പം ഞാൻ എടുക്കുന്ന തുണിയൊക്കെ അവൾക്ക് വിരിച്ചിടണം. ഇപ്പം രാവിലേക്ക് ഫ്രണ്ടിൽ വെയിലുള്ളപ്പോൾ ഫ്രണ്ടിലിട്ട് തുണിയൊക്കെ ഉണക്കുകയാണെങ്കിൽ ഞാൻ ഉണക്കാനായിട്ട് ഇടുന്ന സമയത്ത് അവൾ എന്ത് ചെയ്യും, അതെടുത്തിട്ട് വെള്ളത്തിൽ കൊണ്ട് മുക്കും. അവളുടെ വിചാരം അലക്കി ഇടാമെന്നും പറഞ്ഞിട്ടാണ്, എന്താണോ അവൾ ഉദ്ദേശിക്കണത്. അങ്ങനെ എന്നിട്ട് കുറേ കഷ്ടപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ കൺമണി. അതെല്ലാം വിരിച്ച് ഞങ്ങൾ മുകളിൽ നിന്ന് പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ടോ. പിന്നെ ആ എടുത്ത തുണിലൊക്കെ മടക്കാണ്. ആ സമയത്ത് ഞാനും കൺമണിയൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്നേ. കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും ഞാൻ കുളിപ്പിച്ച് ഇനി കണ്ണനെ സന്ധ്യയൊക്കെ പഠിപ്പിക്കും. ഇന്ന് ഞാൻ വിളക്കൊന്നും കത്തിക്കാൻ പറ്റാത്ത ദിവസമായതുകൊണ്ട് ഇന്ന് അതൊന്നും ചെയ്യുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു. ആ സമയത്തേക്ക് ഏട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടേ. അപ്പോൾ പിള്ളേരുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് ഏട്ടൻ അവരോട് ഇന്ന് നടന്ന കണ്ട സ്കൂളിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പിന്നെ കൺമണിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ കുറേ നേരം ഇവരുമായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കണ്ണൻ്റെ ബാഗിൽ ലഞ്ച് ബോക്സൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ അവനോട് എല്ലാം ഹോംവർക്ക് ഉള്ളതും എല്ലാം എടുത്തൊക്കെ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതുമായിട്ട് അടുക്കളയിലേക്ക് പോവാണേ. കൺമണി എൻ്റെ അടുത്ത് തന്നെയാണ്, മാറില്ല. അമ്മ ചിലപ്പോഴൊക്കെ ഒന്ന് വിളിക്കും, എന്നാലും ചില സമയത്ത് അവളുടെ മൂഡ് അനുസരിച്ചാണ്, ചിലപ്പോൾ പോവും ചിലപ്പോൾ പോവില്ല. അങ്ങനെ അവൾക്ക് ഇപ്പോൾ എവിടെ ഇരിക്കാനാണെങ്കിൽ ആരെന്തൊക്കെ പറഞ്ഞാലും അവൾ പോവില്ല, അവിടെ തന്നെ ഇരിക്കും. അമ്മ എന്തൊക്കെ പറഞ്ഞ് വിളിച്ചാലും അവൾ അങ്ങനെ തന്നെ നിന്നേക്കും.
അങ്ങനെ ഇഷ്ടമാണ് കണ്ണൻ പഠിക്കുന്നിടത്തിരുന്ന് അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും, നമ്മൾ അത്ര ബുദ്ധിമുട്ടിക്കില്ല. എന്നാലും അവൾ വിചാരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ നടത്തി കൊടുത്താൽ മതി. ഇപ്പോൾ അവൻ ഉപയോഗിക്കുന്ന പെൻസിൽ ചിലപ്പോൾ അവൾക്ക് വേണ്ടി വരും, അത് ഞാൻ ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ ആൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. കൊടുത്താൽ ഓക്കെയാണ്, വലിയ പ്രശ്നമില്ല. അങ്ങനെ അവളും വരക്കാനായിട്ട് വന്നിരിക്കണേ. ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്, അതുമായിട്ടിരുന്ന് വരക്കും. ഞാനപ്പോൾ ആ സമയത്താണ് കണ്ണന് ഹോംവർക്കൊക്കെ പറഞ്ഞു കൊടുക്കലും അവന് ബാക്കി ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ഇപ്പോൾ വായിക്കാനായിട്ടാണ് കൂടുതൽ ചെയ്യിക്കുന്നത്. കണ്ണന് പഠിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ, വന്നിരുന്നോളും. നമ്മൾ പറയുമ്പോഴൊക്കെ ചെയ്യാൻ പറയുന്നതൊക്കെ ചെയ്യുകയും ചെയ്യും. അങ്ങനെ വലിയ ശല്യം ഉണ്ടാക്കില്ല, കണ്ണൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞാൻ പഠിക്കാനൊക്കെ കൊടുത്തിട്ട് ബാക്കി പിന്നെ കൺമണിക്ക് വരക്കാനുള്ളതും രണ്ടുപേരെ ഒരുമിച്ച് നോക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ കൺമണിക്ക് ഭയങ്കര സംശയങ്ങൾ ആ സമയത്ത്, ഏത് കളർ എടുക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അവളെയും കുറച്ച് കാര്യമായിട്ട് നോക്കിയില്ലെങ്കിൽ പിന്നെ അവനെ ടെൻഷനാക്കിക്കൊണ്ടിരിക്കും ഒച്ച എടുത്തിട്ട്. അത് കാരണം ഞാൻ പിന്നെ കൂടുതൽ അവന് പറഞ്ഞു കൊടുത്തിട്ട് കൺമണിയുടെ അടുത്തേക്ക് വരും. അത് കഴിഞ്ഞതാണ് ഞങ്ങൾ പഠിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞ് പഠിപ്പിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിലത്തേക്ക് ഊണിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ചോറ് കഴിക്കാനായിട്ടുള്ള എല്ലാം എടുത്തൊക്കെ വെക്കുകയാണ്. ഇന്ന് ഒരു ശനിയാഴ്ച ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 9 മണിക്ക് മുന്നേ എല്ലാ പണിയും തീർക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബിഗ് ബോസ് കാണണം. ഞാനും അമ്മയും ഭയങ്കര ബിഗ് ബോസ് ഫാൻസാണ്. അപ്പം ഞങ്ങളിതാ ഇവർക്ക് പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണല്ലോ, പിന്നെ അവർ അവിടെ ഇരുന്ന് ടി വിയൊക്കെ കണ്ടോളും, വലിയ ശല്യം ഉണ്ടാക്കില്ല ആ സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ മീൻ വറുത്തൊക്കെ എടുത്തിട്ട് അവർക്ക് ചോറ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണേ. ഈ ഭക്ഷണം ഉണ്ടാക്കലോ മറ്റുള്ള ജോലികളോ ചെയ്യുന്നതോ ഒന്നുമല്ല എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയണം, കൺമണിക്ക് ഭക്ഷണം കൊടുക്കലാണ്. എന്തൊക്കെ ചെയ്താലും ഭക്ഷണം കഴിക്കൂല. ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഞാൻ ഫോൺ കൊടുക്കും, എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു മക്കൾക്ക് ഫോൺ കൊടുത്തിട്ട് ഞാൻ എന്തായാലും ഭക്ഷണം കൊടുക്കൂലെന്ന്. പക്ഷേ എൻ്റെ അവസ്ഥയും സാഹചര്യമൊക്കെ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഫോൺ കൊടുത്താണെങ്കിലും ഭക്ഷണം കഴിപ്പിക്കുക എന്നൊരവസ്ഥയിലെത്തിയായിരുന്നേ. അങ്ങനെ ഒരു വിധത്തിൽ കൺമണിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കണ്ണൻ കഴിച്ചോളൂ കേട്ടോ. കണ്ണനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിപ്പില്ല. അത് കഴിഞ്ഞ് ബിഗ് ബോസ് തുടങ്ങി. ഞാനും അമ്മയും ഭയങ്കര ഫാൻസാണ്. ചോറ് പോലും കഴിക്കുന്ന അതിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ടാ. അപ്പോൾ ചോറൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ 2 ആഴ്ച കൂടിയല്ലേ ഉള്ളൂ, ആരാണ് വിന്നറെന്ന് അറിയാനായിട്ടുള്ളൊരു കാത്തിരിപ്പിലാണ്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ്, എനിക്കുണ്ട് കേട്ടോ. ഞാൻ പക്ഷെ അതിപ്പോൾ പറയുന്നില്ല, ഇതൊക്കെ കഴിയട്ടെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആൾക്കാണോ കിട്ടുന്നതെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കണേ. അമ്മക്കുണ്ട്, ഞാനും അമ്മയും കൂടി ഇങ്ങനെ പറയും ഓരോരുത്തരെയും പറ്റിയൊക്കെ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാൻ വേഗം വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം ടി വിയൊക്കെ കണ്ട്. അത് കഴിയണവരെ ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് അടുക്കളയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കിയൊക്കെ വെച്ച് അപ്പോൾ ആ സമയത്തേക്ക് കണ്ണൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയെല്ലാം നീറ്റാക്കി പിന്നെ വന്ന് കണ്ണനെ എടുത്ത് കിടത്താണ്. പിന്നെ ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നിട്ട് രാത്രി ഒന്ന് മുഖമൊക്കെ കഴുകി വന്ന് പിന്നെ മുടിയൊക്കെ കെട്ടിയിട്ട് കിടക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കും. വാതിലെല്ലാം അടച്ചിട്ട് പിന്നെ അങ്ങനെയാണ് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടതിന് എല്ലാവരോടും താങ്ക്സ്. ഇനിയും വരുന്ന വീഡിയോസ് ഇതേപോലെ തന്നെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിട്ട് ഞാൻ നിർത്താണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.